കായംകുളം MSM കോളേജിലെ BA പൊളിറ്റിക്സ് വിഭാഗത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. 1972-75 ബാച്ച് പൊളിറ്റിക്സ് വിഭാഗം വിദ്യാർത്ഥികളുടെ സംഗമമാണ് നടത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് താഗ ഉദ്ഘാടനം ചെയ്തു. കായംകുളം MSM കോളേജിലെ BA പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷമാണ് സംഘടിപ്പിച്ചത്. 1972-75 കാലയളവിൽ പഠിച്ച പൊളിറ്റിക്സ് വിഭാഗം വിദ്യാർത്ഥികളുടെ സംഗമമാണ് MSM കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്നത്. പരിപാടി കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് താഹ ഉദ്ഘാടനം ചെയ്തു. സായം സന്ധ്യയിൽ എത്തി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും പക്ഷേ മറ്റുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ വാർദ്ധക്യ മീൻസ് യുവത്വത്തിൽ നിൽക്കുന്നവരെക്കാൾ 100 ഇരട്ടി കുതിരശക്തിയോടുകൂടിയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ രാവിലെ തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം പഞ്ച്വാലിറ്റിയുടെ കൂടെയാണ് ഇവിടെ ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുന്നത്. സാധാരണ മീറ്റിങ്ങുകളിൽ നിന്നും വ്യത്യസ്തമായ നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന കണക്കുകൂട്ടലുകളും അതുപോലെ തന്നെ അച്ചടക്കവും ചിട്ടയായ ജീവിതവുമായിരിക്കാം പ്രഭാതത്തിൽ തന്നെ ഓരോരുത്തരെയും ഈ അങ്കണത്തിൽ എത്തിച്ചത്. നിങ്ങളോടുള്ള അസൂയ വലിയ ഒരു അസൂയയാണ്. കാരണം മറ്റുള്ളവർക്ക് പഠിക്കാൻ മാത്രം. നേരത്തെ സുധാകരൻ സാർ പറഞ്ഞതുപോലെ വളരെയധികം അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞു, വണ്ടി വെളിയിലിട്ടിട്ട് വന്നാൽ മതിയെന്ന്. നിങ്ങൾ പഠിച്ചത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. ആനുകാലിക സംഭവ വികാസങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കോപ്പുകൂട്ടുന്ന ഒരു വിഭാഗം ദുഷ്ശക്തികൾ നമ്മുടെ വിദ്യാർത്ഥികളെ പരസ്യമായി മലിനമാക്കാൻ വേണ്ടിയിട്ട് ഒത്തുകൂടിയിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായ നിലയിൽ ആശയതലത്തിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അഡ്വക്കേറ്റ് ഡി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VP രവീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. S രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ശ്രീദേവി, ശശികല, പൊളിറ്റിക്കൽ സയൻസ് HOD ഡോക്ടർ R രേഖ നായർ, സിനി സീരിയൽ ആർട്ടിസ്റ്റ് ഹരീന്ദ്രനാഥ്, പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അധ്യാപകൻ അനസ്, അദ്വൈത R പ്രസാദ്, കനകമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിചയം പുതുക്കൽ, സ്നേഹവിരുന്ന്, ക്ലാസ് പുനരാവിഷ്കരണം, കലാപരിപാടികൾ തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം.